എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല, തീർച്ചയായും അത് ദൈവത്തിന്റെ ഒരു തീരുമാനം കൂടിയാണ്. എന്റെയും ജീവിതത്തിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് വരണമെന്നോ ഇങ്ങനൊരു ബിസിനസ് ചെയ്യണമെന്നോ എന്നും ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ഒരു സുഹൃത്തിന്റെ ക്ഷണം നിരസിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ആളുടെ ഒരു ഉത്തരം നൽകിക്കൊണ്ട് ഒരു ചെറിയ പ്രോഗ്രാം, ഇങ്ങനെയുള്ള പ്രോഗ്രാം ഒന്നുമല്ല, ഒരു ചെറിയ മുറിയിൽ വെച്ചിട്ട് ഒരു 10-12 പേര് മാത്രമുള്ള ഒരു സ്ഥലത്ത് ചെന്നിരിക്കുകയും എത്രയും പെട്ടെന്ന് തീരുവാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിങ്ങിൽ നിൽക്കുകയും ചെയ്യുന്നൊരു സമയമായിരുന്നു. എന്തായാലും സർവശക്തനായ ദൈവത്തിന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. കാരണം അന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടായി. ആ ഒരൊറ്റ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം. അപ്പൊ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ആ ഒരു പോസിറ്റീവായ ചിന്താഗതി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് അനിവാര്യതയാണ്. ഞാൻ അന്ന് ഈ ഒരു അവസരം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു തിങ്കിങ് എന്ന് പറഞ്ഞാൽ, എനിക്ക് കാര്യമായ നഷ്ടമൊന്നും സംഭവിക്കാനില്ല. ഇനി ഇത് വിജയപ്രദമായി നടത്താൻ കഴിയുമെങ്കിൽ വരുമാനം കൂടുതൽ കണ്ടെത്താൻ കഴിയും. അന്ന് ഞാനും എൻ്റെ ഫാമിലിയിലുമൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പതുക്കെ തീർക്കാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വന്നത്. ഇതുപോലെയുള്ള പല പ്രോഗ്രാമുകൾ ദൈവാനുഗ്രഹത്താൽ പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ബിസിനസ് ഏറ്റെടുത്ത് തുടങ്ങിയത്. എന്തായാലും ഇന്ന് ഈ കമ്പനിയുടെ റോയൽ ഡയമണ്ട് എന്ന റാങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. ഇത്രയും പ്രതീക്ഷ നിറഞ്ഞ മുഖങ്ങളുള്ള ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ തീർച്ചയായും മനസ്സിൽ അതിയായ സന്തോഷമാണുള്ളത്. വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ